ഒമേഗ 3 ഫാറ്റി ആസിഡും അതിന്റെ ഗുണങ്ങളെയും കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതിന്റെ ഗുണങ്ങൾ ഇത്രയും ഇതിനെ മികച്ചതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്? നാച്ചുറൽ ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ എന്തായാലും നമ്മൾ ഡയറ്റിൽ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും വരുത്തണം അല്ലേ. അതുപോലെ തന്നെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു നല്ല ജ്യൂസ് റെസിപ്പി നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എന്താണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്? ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഒരു പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിട്ടോ നമ്മൾ ഇത് ഉപയോഗിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതിനെ മികച്ചതാക്കുന്ന ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കണം അല്ലെ. ആദ്യമായിട്ട് തന്നെ ഹാർട്ട് ഹെൽത്തിനെ ഇത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ സ്ത്രീകളിലേക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന്റെ കുറവാണ്. ഇത് മാത്രമല്ല പല കാരണങ്ങളുണ്ട്, ഇതും ഒരു കാരണമാണ്. അപ്പൊ ഇൻഫ്ലമേഷൻ കോസിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിസിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ ഹെൽത്തിനെയും ഹെയറിന്റെ ഹെൽത്തിനെയും പ്രൊമോട്ട് ചെയ്യും. നല്ല ഗ്ലോയിങ് സ്കിന്നെ നിലനിർത്താനും നല്ല ആരോഗ്യമുള്ള മുടി വളരാനും ഒമേഗ 3 ഫാറ്റി ആസിഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു നല്ല ജ്യൂസ് റെസിപ്പി ഇതിനു വേണ്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മുടെ ജ്യൂസ് റെസിപ്പിയിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഇത് ഞാനിപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ ഇടുകയാണ്. ഏകദേശം 5 മുതൽ 6 എണ്ണം വരെ ആൽമണ്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം സോക്ക് ചെയ്ത ശേഷം നമുക്കിതിനെ നന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. എന്തൊക്കെയാണ് ആൽമണ്ട്സിന്റെ ഗുണങ്ങളെന്ന് നോക്കിയാലോ? പ്രത്യേകിച്ച് ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നിന്റെയും ഹെയറിന്റെയും ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആണ് ആൽമണ്ട്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല റിച്ച് ഇൻ വൈറ്റമിൻ ഇ ആൻഡ് ബി, അതുപോലെ തന്നെ മിനറൽസ് ആയ മഗ്നീഷ്യം, പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും ആൽമണ്ട്സ് വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പറയുന്നത് വാൾനട്ട്സ് ആണ്. ഒരു കപ്പ് ജ്യൂസിന് 3 മുതൽ 4 വാൾനട്ട്സ് വരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വാൾനട്ട്സിന്റെ ഗുണങ്ങൾ എന്നൂടെ നമുക്ക് നോക്കിയാലോ? വാൾനട്ട്സ് എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. വെയിറ്റ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓഫ് പംകിൻ സീഡ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പംകിൻ സീഡിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിച്ച് ഇൻ മിനറൽസ് ആയ സിങ്ക് ആൻഡ് മാഗ്നീഷ്യം, അതുപോലെ റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പംകിൻ സീഡിന്. നാലാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഓഫ് ഫ്ലാക്സ് സീഡ് ആണ്. എന്തൊക്കെയാണ് ഫ്ലാക്സ് സീഡിന്റെ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ? ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. ഹൈ ഇൻ ഫൈബർ ആണ്. അത് മാത്രമല്ല ആന്റി ക്യാൻസർ ആയിട്ട് ആക്ട് ചെയ്യാനും വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇതിന് മധുരത്തിനാണ് ഞാൻ ഇവിടെ ഏകദേശം ഒരു 4 മുതൽ 5 ഈത്തപ്പഴം ഒരു കപ്പ് ജ്യൂസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ നമുക്കറിയാം, എല്ലാം കൂടെ ഒന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കുമ്പോൾ മധുരം അല്പം വളരെ കുറവായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ എക്സ്ട്രാ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്കോ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കുന്നേക്കാൾ നല്ലതാണ് ഇതിൽ അല്പം വെള്ളം ആഡ് ചെയ്ത് നമുക്കൊരു കപ്പ് ജ്യൂസ് ആയിട്ട് കുടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആൽമണ്ട് മിൽക്കും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റും അതുപോലെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ചിയാ സീഡ് വെയിറ്റ് മാനേജ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഹാർട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയ ഇൻഗ്രീഡിയന്റ് ചിയാ സീഡ് തന്നെയാണ്. നമുക്കിത് സോക്ക് ചെയ്യാനിടാം. ഏകദേശം 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ ചിയാ സീഡ് എന്തായാലും നല്ല രീതിയിൽ ഒരു പഫി രീതിയിലോട്ടൊക്കെ ആയിക്കോളും.
ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ വെള്ളം ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് മിൽക്കിലും ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒമേഗ 3 റിച്ച് ആയ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ശരിക്കും നിങ്ങൾക്ക് ഇവിടെ സ്കിന്നിനാവട്ടെ, ഹെയറിനാവട്ടെ, ഇന്റേണൽ ഹെൽത്തിനാവട്ടെ, എല്ലാത്തിനും ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിന് പറ്റിയ ഒരു ജ്യൂസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഒരു ആഴ്ചയിലെന്ന് പറയുന്നത് 3 മുതൽ 4 ഒരാഴ്ചയിൽ 3 മുതൽ 4 ദിവസം വരെയെങ്കിലും കുടിക്കുന്നത് വളരെയധികം നമ്മളെ ഓവറോൾ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ചേഞ്ചസും കൊണ്ടുവരും. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഉറപ്പായി എന്റെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ see you.